ഇവിടെ റോഡൊന്നും ഇല്ലാട്ടോ. മണാലിയിലെ രാത്രി വിശേഷങ്ങളാണ് ഇന്ന്. അടൽ ടണൽ കഴിഞ്ഞു കണ്ട ഈ ഒരു മഞ്ഞിന്റെ ബ്യൂട്ടിഫുൾ വാലി, ഇത് ശിശുവിന്റെ ഭാഗങ്ങളാണ്. ലാഹോൾ വാലിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു മടങ്ങാണ്. മണാലി ടൗണിൽ നിന്ന് ഒരു ഇത്തിരി മാറിയായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഹോസ്റ്റലർ എന്നാ ഇപ്പൊ ഈ കയറി ചെല്ലുന്നത് റോങ് പ്ലേസിലേക്കാണ്. ഇവിടെ ഹോസ്റ്റലറിന് 2 പ്രോപ്പർട്ടി ഉണ്ടെന്ന് അപ്പള മനസ്സിലായത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 9:15 ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ലാൻഡ് സ്ലൈഡ് ഒക്കെ കഴിഞ്ഞിട്ട് റോഡൊക്കെ ശരിയാക്കി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇടുങ്ങിയ റോഡിലൂടെ ഈ രാത്രി ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ ഇത്. മനു ടെമ്പിളിന് അടുത്തായിട്ടുള്ള ദ ഹോസ്റ്റൽ. 1 ഡേ സ്റ്റേക്ക് 2000 രൂപ. റോഡ് ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക്. ഇവിടെ ഇനി ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് മാൾ റോഡ്. പക്ഷെ ഗൂഗിൾ മാപ്സിൽ ഇത് 9 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്ച്വലി കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ചുറ്റിയാണ് വന്നത്. 9:45 കഴിഞ്ഞിരുന്നു തോന്നുന്നു ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോ. പക്ഷെ ഇവിടെ ഫുൾ ഓൺ ആയിരുന്നു. അവിടുത്തെ ഈ ഒരു സ്വീറ്റ് ഫ്ലഫി ബണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ വിധി പോരണോ ഇതിനെ പിടിച്ച് ഞെക്കി പിഴിയാൻ 50 രൂപയാണ്. ഇവിടെ മധുരത്തിൽ നല്ല ഗുലാബ് ജാമുനും റബ്ദിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു മൂഡ് തോന്നിയില്ല. നല്ലൊരു മോമോസ് ഷോപ്പ് കണ്ടുപിടിച്ചു. അവിടുന്ന് ഫ്രൈഡ് മോമോസും സ്റ്റീംഡ് മോമോസും കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചായക്ക് അവിടെ നിന്ന് മീൻ കിട്ടണം. കിട്ടേണ്ടത് ഒരു പ്രത്യേക തരം മീനാണ്, ഹിമാലയൻ ട്രൗട്ട്. ഈ ഒരു കൊർമ കിച്ചൺ കണ്ടുപിടിച്ചു. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറിലേറെ കാത്തിരുന്നിട്ടാണ് മീൻ കിട്ടിയത്. അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഷോപ്പ് എല്ലാം അടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത ബാക്കി ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. അതിന്റെ ദേഷ്യത്തിൽ ഞാൻ ഷൈനോട് തെറ്റി. ഇവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ വാങ്ങാതെ മണാലി വിട്ട് ഞാൻ പോരില്ല എന്ന് വാശി പിടിച്ചു. പിറ്റേന്ന് എന്റെ വാശി നടന്നോ ഇല്ലേന്ന് അടുത്ത വീഡിയോയിൽ കാണാം.